സ്വർഗീയ നാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രഭാതം ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. നമുക്കറിയാം, വാർത്താ മാധ്യമ രംഗത്ത് വളരെ വലിയ പുരോഗതിയാണ് കഴിഞ്ഞ 20-22 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യം നേടിയെടുത്തിട്ടുള്ളത്. നമ്മുടെ കൊച്ചു കേരളം തന്നെ എടുക്കാം. വാർത്തകൾ അറിയുന്നതിന് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നത് പത്രമാധ്യമങ്ങളെയാണ്. ആ കാലത്ത് പരസ്പരം വിവരങ്ങൾ കൈമാറുന്നതിന് തപാൽ സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇൻലൻഡ് വഴി, അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് വഴി ഒക്കെ കത്തുകൾ അയക്കുക പതിവായിരുന്നു. ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലിക്കായി പോയിരുന്നവരാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ധാരാളം പേർ ജോലികൾക്കായിട്ട് കേരളത്തിൽ നിന്ന് പോയിരുന്നു. അവരോടൊക്കെ വിവരങ്ങൾ കൈമാറുന്നതിന് പോസ്റ്റൽ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷമായിട്ട് ഫോൺ സംവിധാനങ്ങൾ നിലവിൽ വന്നു. പിന്നീട് ആളുകൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നതിനുള്ള സൗകര്യം ലഭിച്ചു തുടങ്ങി. അതിനുശേഷം ആളുകൾ പേജർ ഉപയോഗിക്കാനായി തുടങ്ങി. പേജറിലൂടെ കമ്മ്യൂണിക്കേഷനുള്ളതായ സാധ്യതകൾ ആ കാലത്തുണ്ടായിരുന്നു. പിന്നീട് വന്നതായ ഇൻ്റർനെറ്റ് ടെലിഫോണിയിലൂടെ ആളുകൾക്ക് കമ്പ്യൂട്ടർ സഹായത്തോടെ മുഖം കണ്ട് സംസാരിക്കാനുള്ള ഒരു സംവിധാനം ആ കാലത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അതിനുശേഷമാണ് മൊബൈൽ ഫോണുകളുടെ ആവിർഭാവം ഉണ്ടായത്. മൊബൈൽ ഫോണുകൾ ആരംഭത്തിൽ ആൻഡ്രോയിഡ് ഫോണുകളായിരുന്നില്ല, സാധാരണഗതിയിൽ സംസാരിക്കാനുള്ള ഫോണുകൾ മാത്രമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. എന്നാൽ അതിനെ തുടർന്ന് പിൽക്കാലത്ത് വന്നതാണ് സ്മാർട്ട് ഫോണുകൾ. സ്മാർട്ട് ഫോണുകൾ വന്നതോടുകൂടെ പഴയതെല്ലാം ഔട്ട്ഡേറ്റഡായി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളാണ് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൂടെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ മൊബൈൽ ഫോണുകൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. നമ്മുടെ കൈപ്പിടിക്കുള്ളിൽ നാം ഒതുക്കുന്ന ഒരു ചെറിയ മൊബൈൽ ഫോണിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലിരിക്കുന്ന നമ്മുടെ പ്രിയമുള്ളവരുമായി മുഖം കണ്ടുകൊണ്ട് സംസാരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും മൊബൈൽ ഫോൺ അത്യന്താപേക്ഷിതമാണ്. ബാങ്കിങ് പോലെയുള്ളതായ കാര്യങ്ങൾ, അതുപോലെ തന്നെ നാം വിവിധ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റിനുള്ളതായ സൗകര്യങ്ങൾ, അതേപോലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഉപാധികൾ, അതേപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ലോക്കറുകൾ എല്ലാം നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. എത്ര ഫാസ്റ്റായിട്ടാണ് ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ലോകം വളരെ വേഗം പുരോഗതിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ ആവിർഭാവം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും വിവരസാങ്കേതിക വിദ്യയിലുള്ളതായ എടുത്തിയാട്ടം, അതേപോലെ തന്നെ വാർത്താവിനിമയ രംഗത്തുണ്ടായിട്ടുള്ളതായ കുതിച്ചുചാട്ടം, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പഴയ കാലത്ത് മറ്റു രാജ്യങ്ങളിൽ ഇരിക്കുന്നവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വളരെയധികം സമയം ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് പഴയ ഫോൺ ഉപയോഗിച്ചിരുന്നതായ ഒരു സമയത്ത് ISD കോളുകൾ നാം ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യണമായിരുന്നു. എന്നാൽ ഇതങ്ങനെയല്ല. വിദേശ രാജ്യങ്ങളിലിരിക്കുന്ന നമ്മുടെ പ്രിയമുള്ളവരുമായി വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം കേവലം മനുഷ്യർ കണ്ടുപിടിച്ചതായ കാര്യങ്ങളാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും അവരുമായി സംസാരിക്കുന്നതിന് വേണ്ടി മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ളതായ സംവിധാനങ്ങൾ കേവലം സെക്കൻഡിൽ, ഒരു അംശത്തിൽ തന്നെ നമ്മുടെ ചിത്രവും നമ്മുടെ വാക്കുകളും മറ്റൊരു രാജ്യത്ത് എത്തിക്കുമെങ്കിൽ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന എത്തിച്ചേരുന്നതിന് എത്ര സമയം വേണം? ദൈവവചനം പറയുന്നത് നാം പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് തന്നെ വലിയവനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ്. 65-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. അഖിലാണ്ടത്തെ നിർമ്മിച്ച വലിയവനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നാം പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് തന്നെ ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. എന്നാൽ അതിനൊരു നിബന്ധനയുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിക്കുന്ന ഒരുവനാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയാണ് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നത്. അവരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, ദൈവമക്കളായി തീരുക. അങ്ങനെ കർത്താവിൻ്റെ അരികിൽ ചെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുകയും നിങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും. അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രത്യാശയുടെ പുത്തൻ പ്രഭാതത്തിൽ സ്വർഗപിതാവിൻ്റെ ഇമ്പസ്വരവുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്.
ചാ